അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സൗണ്ട് കുറച്ച് കുറവായിരിക്കും, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടവേദനയും ചുമയും ജലദോഷവും ഒക്കെ കൂടെ ഉണ്ട്. അല്ലാതെ തന്നെ വേറെ അസ്വസ്ഥതകൾ വേറെ. അപ്പോൾ ഇത് ആലുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ 5:30 മണിക്കാണ് കുർബാനയെന്ന് കരുതിയിട്ട് ഞങ്ങളൊരു 4-4:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ച്. പിന്നീടാണ് ഓർത്തത്, ദൈവമേ എന്തിനാണ് ഞാൻ കുളിച്ചതെന്ന്. കാരണം തലേ ദിവസം തന്നെ എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പള്ളി പോകണമല്ലേ എന്ന് കരുതിയിട്ടാണ് അത്രയും വെളുപ്പാങ്കാലത്തെ പോയി കുളിച്ചത് കേട്ടോ. അങ്ങനെ കുളിച്ച് റെഡിയായി ഞാനും ചേട്ടനും ആലും കൂടെയാണ് പള്ളി പോണത്. അപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത്. പാട് സ്റ്റാർട്ടാവില്ല. കഴിക്കാമല്ലോ. നമ്മുടെ ടൂ വീലർ രാവിലെ സ്റ്റാർട്ടായി കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അതാണ് കാണിച്ചത്. ഞായറാഴ്ച 5:30 മണിക്കാണ് കുർബാന. ഒന്ന് ചോദിച്ചിരുന്നാ ചേച്ചിനോട്. ഈ മുണ്ടവലി പള്ളി പോയി നസ്രത്തെ പള്ളിയുടെ കുർബാനയുടെ സമയമൊന്നും എനിക്ക് വലിയ പിടുത്തില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി സാധാരണ എപ്പോഴത്തെ പോലെ 5:30 മണിക്ക് ഞായറാഴ്ച കുർബാന. അപ്പോൾ ആ ഒരു നേരം തന്നെ ആയിരിക്കും എല്ലാ ദിവസവും നിർത്തിട്ടാണ് ഇത്രയും നേരത്തെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ അറിയണത് 6 മണിക്കാണ്, ഞായറാഴ്ച മാത്രമുള്ള 5:30 മണിക്കെന്ന്. പിന്നെ കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് പള്ളിയിൽ മണിയടി കേട്ടപ്പോഴത്തേക്കും കുർബാന തുടങ്ങാനായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഞങ്ങളതേ വേഗം അകത്തോട്ട് കയറണം കേട്ടോ. അങ്ങനെ ഒരു 6:45 ആയപ്പോൾ തന്നെ കുർബാന കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ ആലുവിനെ വീട്ടിൽ കൊണ്ട് നാക്കിയിട്ട് ഞാൻ വേഗം കുക്കറിൽ ചോറ് വെച്ച് കേട്ടോ. ചോറ് കിട്ടണമല്ലോ ആലുവിന്. പിന്നെ വന്നിട്ട് വേണം കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിൽ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് ഞാൻ തീ അങ്ങോട്ട് ഓഫാക്കിയിട്ടിട്ട് വേഗം തന്നെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയേ. ഫാസ്റ്റിങ് നോക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കാരണം ചായയൊക്കെ ഒന്നും കുടിച്ചിട്ടില്ല, കുടിക്കാതെ തന്നെ പോയി എടുത്തേക്കണേണ്. ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ വന്നേക്കണത് മുണ്ടവലി നേവിനാറിൻ്റെ അവിടെ ഒരു ലാബുണ്ട്. അപ്പോൾ അവിടെയായിട്ടാണ് വന്നേക്കണത്. പിന്നെ ഷുഗർ നോക്കണം, പിന്നെന്താണ് കൊളസ്ട്രോൾ നോക്കണം. കൈവേദനയാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. കൈവേദന, ഭയങ്കര കൈവേദനയാണ്, സഹിക്കാൻ പറ്റാത്ത കൈവേദന. പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ തുടങ്ങും ഒരു വേദന. കട്ടുകഴപ്പെടുക്കണ പോലത്തെ വേദനയാണ് കേട്ടോ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തി. പിന്നെ കൊളസ്ട്രോൾ കൂടിയാലും അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കേട്ടോണ്ടിട്ട് ഞാൻ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ഇതുവരെയൊക്കെ ചെയ്തിട്ടില്ല കേട്ടോ, വർഷങ്ങളായി ചെയ്തിട്ട്. ആമിക്കുട്ടിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചെയ്തതാണ്, പിന്നെ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ അതേ ബ്ലഡൊക്കെ എടുത്ത് ഇപ്പോൾ 2 മണി കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെല്ലണ്ട കേട്ടോ, അവർ വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബ്ലഡൊക്കെ കൊടുത്തിട്ട് നേരെ നമുക്ക് കുറച്ച് കറിവേപ്പില തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല നാടൻ കറിവേപ്പില, അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. നമുക്ക് ആലുവിൻ്റെ ചോറ് കേട്ടിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ചോറ് കെട്ടാനും ആകും, ഉച്ചക്കത്തേക്ക് കറിയും കൂടെ ആക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ 2 നേരത്തെ കറിയാണ് കേട്ടോ വയ്ക്കേണ്ടത്. അപ്പോൾ രാത്രി എന്തെങ്കിലും ഒപ്പിക്കാം, കാരണം ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു പപ്പങ്ങ ഞാൻ പച്ചക്കറി കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. വാങ്ങി വെച്ചിട്ട് 3-4 ദിവസമായി, പക്ഷേ ഇപ്പോഴാണ് ഓർത്തത്. അങ്ങനെ വേഗം തന്നെ അത് പരിപ്പിട്ട് തേങ്ങ അരച്ച് വയ്ക്കാമെന്ന് കരുതിയേ. കുരുവില്ലാത്ത പപ്പങ്ങ നോക്കിയേ, ഒരു പോലും ഇല്ല. ഈ തേങ്ങ അരച്ച് കറി വെക്കണ കറികളൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പടവലങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കണത്, പപ്പങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വയ്ക്കും, പീച്ചിങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വയ്ക്കും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഇന്ന് പപ്പങ്ങ കിട്ടി. അപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞു അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ചക്കക്കുരു ഞാൻ തലേദിവസം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ രാവിലെ നടക്കൂല, അപ്പോൾ അത് നന്നാക്കി വെച്ചുകൊണ്ട് അത്രയും പണി എളുപ്പം കിട്ടി. അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചക്കക്കുരും കൂടെ ലതാന്ന് കരുതി. ഇത് പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് പരിപ്പ് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. പീസ് പരിപ്പാണ് എടുത്തേക്കുന്നത്.
അതിനകത്തോട്ട് പപ്പങ്ങയും കൂടെ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കാമെന്ന് കരുതി. അതങ്ങനെ വേഗം അടപ്പത്തോട്ട് വെച്ചിട്ട് ചെമ്മീൻ കിള്ളാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വേളൂരിയും പിന്നെ നങ്കൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് വറുക്കാമെന്ന് കരുതിയിട്ട് എല്ലാം നന്നാക്കി എടുക്കണേ. ചക്കക്കുരു നമ്മളിവിടെ അന്ന് ചട്ടി വാങ്ങാൻ വേണ്ടി പോയില്ലേ, അപ്പോൾ വാങ്ങിയ ചക്കയുടെയാണ് കേട്ടോ. ഞാൻ കരുതി മൂത്തതായിരിക്കുമെന്ന്, പക്ഷെ മൂത്തതല്ലായിരുന്നു കേട്ടോ. വലിയ അങ്ങോട്ട് പറയാൻ വേണമെങ്കിൽ നല്ല സാധാരണ നല്ല മൂത്ത ചക്കക്കുരു വെക്കുമ്പോൾ നല്ല പൊടി പോലെ ഇരിക്കുമല്ലോ, ഇതത്ര പൊടിയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൂത്തതല്ലായിരുന്നതാണ് തോന്നുന്നത്. അങ്ങനെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. സാധാരണ ചെമ്മീനിട്ട് വെക്കുമ്പോഴത്തേക്കും കയ്യും കൂടെ കടിച്ച് തിന്നും നമ്മൾ, ചക്കക്കുരും ചെമ്മീനൊക്കെ കൊലത്തുമ്പോഴത്തേക്കും. പക്ഷേ ഇത് ചക്കക്കുരു അത്ര വലിയ നൻപല്ലായിരുന്നു. അങ്ങനെ ചെമ്മീനൊക്കെ കിള്ളിയൊക്കെ എല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. ഇതേ ചക്കക്കുരു ഞാൻ ചെറിയ ചെറിയ ചക്കക്കുരുവാണ് കേട്ടോ. അതൊരു കുക്കറിൽ വിസിൽ കൽപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ചക്കക്കുരും ചെമ്മീനും കൂടെ വേവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചക്കക്കുരു കല്ല് പോലെ കിടക്കുകയും ചെയ്യും, ചെമ്മീനാണെങ്കിൽ വെന്ത റബ്ബർ പോലെയാവും. ചെമ്മീനൊന്നും അധികം വേവില്ലല്ലോ. പിന്നെ അത് ആ വേളൂരിയും നങ്കും കൂടെ ഉള്ളത് വറക്കാൻ വേണ്ടിയിട്ട് അധികം മുളക് പൊടിയൊന്നും ഇല്ലാതെ ഞാൻ അരപ്പൊക്കെ പൊത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എരിവാണെന്ന് പറഞ്ഞിട്ട് ആമിക്കുട്ടിയൊക്കെ തിന്നാണ്ട് വരും. അങ്ങനെ വേഗം നിന്നത് പിന്നെ വെച്ചൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വറക്കാൻ വേണ്ടിയിട്ട് അടപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും പപ്പങ്ങയും പരിപ്പും കൂടെ ഒരു വിസിലടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കറിന് ആവിയൊക്കെ പോയി ഇപ്പോൾ തുറന്നിട്ട് വേറൊരു ചട്ടിക്കകത്തോട്ട് ആക്കണേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങയരപ്പും കൂടെ ചേർത്തിട്ട് അടപ്പത്തോട്ട് വയ്ക്കും. എന്നിട്ട് പിന്നെ കടുകും കൂടെ വറുത്തിട്ടാൽ മതി. പിന്നെ ഒരടപ്പിൽ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചോടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ കുക്കറിലാണ് വെച്ചത്. പിന്നെ ഉച്ചക്കത്തേക്ക് മാത്രം മതി. രാവിലെ പിന്നെ നിങ്ങൾക്ക് ചോറ് കെട്ടാനും പിന്നെ ഉച്ചക്കത്തേക്കും കൂടെ മാത്രം മതി എന്ന് കരുതിയിട്ട് ഞാൻ കുക്കറിൽ വെച്ച് കേട്ടോ. ചോറ് ഊറ്റിയിട്ട് ഞാൻ ഊട്ടപാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചോറ് പശ കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, നല്ലരിയുടെ ചോറാണെങ്കിലും ഇപ്പോൾ റേഷനരിയുടെ ചോറാണെങ്കിലും പശ കെട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അടക്കണ സമയമാകുമ്പോഴത്തേക്കും കുറച്ചധികം പച്ചവെള്ളം കൂടെ ഒഴിക്കും അതിനകത്തോട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഊറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചോറ് വിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടക്കണമെന്ന് കൂടുതലോട് കരുതിയിട്ട് കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട്. രാവിലെ ധൃതി പിടിച്ചുള്ള പണിയായതുകൊണ്ട് അടുക്കള കടപ്പൊക്കെ നോക്കിക്കണ്ടേ. പിന്നെ ഇതേ താഴെ ഇരിക്കണ മൺചട്ടികളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതൊന്നും മഴക്കിയിട്ടില്ല, എല്ലാത്തിനെയും മഴക്കി കിടത്തണം. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെന്ന് കരുതിയിട്ടാണ്. ശരീരത്തിന് അങ്ങനെ അത്ര വലിയ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചേക്കണേണ്. പിന്നെ എനിക്കൊരു പണിയുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിലേ അതിന് മാത്രമായിട്ടൊരു സമയം ഇങ്ങനെ കണ്ടെത്തണം. എനിക്കിങ്ങനെ പെട്ടെന്ന് ഇടിപിടി ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് കരുതി കുറച്ചധികം കഞ്ഞിവെള്ളം എടുത്തിട്ട് വേണം ചട്ടിയൊക്കെ മയക്കാൻ വേണ്ടി വെക്കാൻ. അങ്ങനെ വേഗം തന്നെ തേങ്ങരപ്പൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കടുകും കൂടെ വറക്കണം. ചക്കക്കുരു ഞാൻ കുക്കറിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് ചട്ടിക്കകത്തോട്ട് കുടഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് പച്ചച്ചെമ്മീനും പിന്നെ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കാം. വറക്കാനിട്ട മീനിൻ്റെയൊക്കെ തിരിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കണം. സ്പീഡ് വർക്കാണ് കേട്ടോ. രാവിലെ ചോറ് കിട്ടാനുള്ളതുകൊണ്ട് രാവിലെ പള്ളിയിലും പോയി, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയപ്പോഴത്തേക്കും കുറച്ച് സമയം അങ്ങോട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുടെ പോകുകയും വേണമല്ലോ 8:30. അപ്പോൾ അതിന് മുമ്പായിട്ട് പെട്ടെന്ന് വെച്ചെടുക്കണം ഈ കാണുന്നത്. മീനിൻ്റെ മണം കേട്ടാൽ മതി കേട്ടോ. ഇതുങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഓടി വരും ഈ പൂച്ചക്കുട്ടികളെ. ഇതാണെങ്കിലല്ലേ സത്യം പറഞ്ഞാൽ നേരത്തേക്ക് ആകാശത്താർന്ന് നിന്നുകൊണ്ടിരുന്നത് മോളിൽ, ആ ഗ്രില്ലിൻ്റെ മുകളിൽ. ഇപ്പോഴത്തെ താഴത്തോട്ട് ഇറങ്ങി വന്നേക്കണം. മിക്കെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ഇതുങ്ങളെ കഥ കഴിക്കും. സത്യം പറഞ്ഞാൽ ഇതുങ്ങൾ മുകളിൽ നിന്നിട്ട് തന്നെ ഞങ്ങൾ മീൻ കൊടുക്കുമ്പോൾ അവൻ കുറച്ചിരിക്കാറുണ്ട് കേട്ടോ. താഴത്ത് അവൻ അഴിച്ചിടുന്ന സമയത്തൊക്കെ ഇപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഓടിച്ചിട്ട് സത്യം പറഞ്ഞാൽ അവൻ കടിച്ച് കൊല്ലും. അപ്പോൾ ഞാൻ വേഗം തന്നെ ഓടിച്ചിട്ടിട്ട് കേട്ടോ. ഇതെന്ത് മിക്കിനെ അപ്പുറത്ത് കെട്ടിട്ടൊക്കെ നേടുന്നു. അനക്കില്ലാഞ്ഞുകൊണ്ടിട്ട് ആൾ വന്നതാണ് അടുക്കളയിലോട്ട് മീനിൻ്റെ മണം കേട്ടിട്ട്. പിന്നെ ഞാൻ ഓടിച്ചങ്ങോട്ട്, അല്ലെ പിന്നെ നമ്മുടെ മുമ്പിൽ കിടന്ന് തന്നെ അത് ചത്തും പോവും. അപ്പോൾ ദേ ഈ ചക്കക്കുരും ചെമ്മീനും കൂടെ വെന്ത് വരെ നലത്താൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഈ ചതച്ച മുളകില്ലേ അത് ഞാൻ തന്നെ ഇവിടെ പൊടിച്ചെടുക്കലുണ്ട്. മുളകൊക്കെ അപ്പോൾ നല്ല എരിവുമായിരിക്കും. എന്താ പറയുക, നമ്മളിവിടെ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. അങ്ങനെ ഇതേ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചു കേട്ടോ. എനിക്ക് എല്ലാ കറിക്കും ഇത്തിരി കടുക് പൊട്ടിക്കണം. പിന്നെ കടുക് പൊട്ടിക്കാതെ വയ്ക്കുന്ന കറികളൊക്കെ ഉണ്ടാകും കേട്ടോ. പക്ഷേ എന്നാലും പച്ചക്കറികൾക്കൊക്കെ ഞാൻ ഇത്തിരി കടുക് പൊട്ടിക്കും. പിന്നെ ഈ ചക്കക്കുരും ചെമ്മീനും എളുത്തുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഉരുളക്കിഴങ്ങും ചെമ്മീനും എളുത്തുമ്പോഴും ചെയ്യാറുണ്ട്. അങ്ങനെ ഉള്ളിയും പച്ചമുളകല്ല കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ചതച്ച മുളക് ഇട്ടിട്ട് ചക്കക്കുരുവും ചെമ്മീനും കൂടി കൊട്ടിയിട്ടിട്ടുണ്ട്.
അപ്പോൾ അത് ഇനി ഒന്ന് ഉണങ്ങിയല്ല അത് ഡ്രൈ ആയി വരട്ടെ. ചക്കക്കുരുവും ചെമ്മീനും ഇതൊന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റാനുണ്ട്, അവിടെ ഇരിക്കട്ടെ. ബാക്കി വറുത്തത് നങ്കും വേളൂരിയാണ് കേട്ടോ. പിന്നെ കപ്പയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെച്ചത്. പിന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചത്. കാരണം രാത്രി നമുക്ക് പൊറോട്ടയും ചില്ലി ചിക്കനും വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണം, ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കും കൂടിയിട്ട് ഞാൻ കുക്കറിൽ ചോറ് വെച്ച്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതുങ്ങളെ പറഞ്ഞു വിട്ടിട്ടാണ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആമിക്കുട്ടിക്ക് ഇത്തിരി കഞ്ഞി കോരി കൊടുക്കാമെന്ന് കരുതി. കാരണം 3 ദിവസം കൂടിയിട്ട് ഇപ്പോൾ ഇന്നാണ് കേട്ടോ ആമി സ്കൂളിലോട്ട് പോണത്. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ പലഹാരവും ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ, രാവിലെ ചോറ് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ആലിൽ ചോറും കൊടുത്ത് ആമിക്കുട്ടിക്ക് ഇത്തിരി ചൂട് കഞ്ഞി കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയാണ് കേട്ടോ കോരി കൊടുക്കുന്നത്. വേറെ പലഹാരം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആലു ചോറൊക്കെ കെട്ടിയിട്ട് ആൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങണം കേട്ടോ കാണുക സ്കൂളിലോട്ട്. പിന്നെ ഒരു പാക്കറ്റ് മിഠായിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. മീനെ ഞാൻ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ ടവൽ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അതാണ് എടുത്തിട്ട് കയ്യിൽ കൊടുക്കണത്. നടന്നോ. പിന്നെ രാവിലെ അതുങ്ങളെ ക്ലാസ്സിൽ വിട്ട ശേഷം ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി വന്നപ്പോഴത്തേക്കും ഒരു 12 മണിയൊക്കെ ആയി. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെ കൂടെ കഴിക്കാൻ നിർത്തിയിട്ട് 12 മണിയായപ്പോൾ തന്നെ ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനത്തെ പടവലങ്ങയല്ല പപ്പങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ചതും ചക്കക്കുരും ചെമ്മീനും മീൻ വറുത്തതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിലൊന്നും ആക്കിയില്ല, അതേപടി തന്നെ ചട്ടി കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. കാരണം ഇനി വേറെ പാത്രം എടുത്ത് കഴുകാൻ എനിക്ക് വയ്യ. പാത്രം കഴുകിയാണ് കൈവേദന വന്നതെന്ന് പോലും ഞാൻ ഓർത്തു പോയി കേട്ടോ, ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് വരെ. അപ്പോൾ അതേ ചേട്ടനും ഉണ്ട് അപ്പനും ഉണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ ചോറ് കഴിക്കാനാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ കിടക്കും. കാരണം ഭയങ്കര ക്ഷീണമുണ്ട്. രാവിലെ ഒന്നാമത് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര പണിയായിരുന്നു ഇന്ന് രാവിലെ. മുട്ടൻ പണി എന്ന് പറഞ്ഞാൽ മുട്ടൻ പണിയായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഒരു ചോറൊക്കെ കഴിഞ്ഞ് നമ്മളത് മുളകാണ് കേട്ടോ കയ്യിലിരിക്കണത്. മുളക് പൊടിപ്പിക്കണം, പിന്നെ കേക്ക് മേടിക്കണം, ആമിക്കുട്ടിനെ വിളിക്കണം, അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയിട്ട് വരാം. അങ്ങനെ മുളകൊക്കെ ഉണക്കാൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടി വാങ്ങണമല്ലോ. അപ്പോൾ ഞങ്ങൾ സൗദിയിലോട്ട് പോകണം. മാനേശ്വരിലുള്ള ആമിക്കുട്ടി പഠിക്കുന്നത്. അപ്പോൾ പോണ വഴി സൗദിയിലൊരു ചായക്കട കണ്ടപ്പോൾ നിർത്തി. ചക്കപ്പൊരിക്കട നല്ല മണം, അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ചക്കപ്പൊരി ഉണ്ടാകുന്ന വെച്ചപ്പോൾ അവിടെ ചക്കപ്പൊരി ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം ചക്കപ്പൊരിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കേക്ക് മേടിക്കാൻ പോകാമെന്നൊക്കെ കരുതിയാണ് ഇറങ്ങിയത്. പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല, കൊച്ചിനെ കൊണ്ടുവരാനുള്ള നേരമായല്ല. അപ്പോൾ വേഗം പിന്നെ ആമിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഈ ആമിനെ ട്യൂഷനാക്കിയിട്ടൊക്കെ സാവകാശം പോയി മേടിക്കാമെന്ന് കരുതി. അങ്ങനെ നമുക്ക് വൈകുന്നേരത്തുള്ള ചായക്കടിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചായ വെക്കണം. അതിന് മുന്നേ ആമിക്കുട്ടിൻ്റെ മേലൊക്കെ കഴുകിച്ചെടുക്കണം. എന്നിട്ട് വേണം ആൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാൻ. നമുക്ക് ചായ വയ്ക്കാം. കേക്ക് മേടിക്കാൻ പോയി ഞങ്ങളാണ് കേക്ക് മേടിച്ചില്ല കേട്ടോ. ആമീനെ ട്യൂഷനാക്കുന്ന സമയത്ത് പോയി മേടിക്കാമെന്ന് കരുതി. മുളകൊക്കെ പൊടിക്കാൻ വേണ്ടി കൊടുത്ത്. നാളെ കിട്ടൂല, നാളെ വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞു. അപ്പം എന്താന്ന് പറഞ്ഞത്, വൈകുന്നേരം കറണ്ട് ഇല്ലെന്നാണെങ്കിൽ മറ്റന്നാളാകുമെന്ന്. 1 കിലോ മുളകില്ല, 860 എങ്ങാണ്ടേ ഉള്ളൂ. അതിന് പൊടിച്ച് വരുമ്പോൾ ചിലപ്പോൾ 1 കിലോന് ഉണ്ടായി. അപ്പോൾ അതേ വൈകുന്നേരം കടിയായിട്ട് അടയും ചക്കപ്പൊരി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചക്കപ്പൊരി എന്ന് പറഞ്ഞാൽ ചക്കയും മൈദപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കണം. ഇതാണ് ചക്കപ്പൊരി, എൻ്റെ ഫേവറേറ്റ് സാധനം. ചക്കപ്പൊരി ഉണ്ട്, ചക്ക അടയും ഉണ്ട്. ചക്ക അട കാണിച്ചേരാം. ചക്കപ്പൊരി ഇല്ലേ, നല്ല ചൂടാണ് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കും. ചക്ക ഉള്ളിൽ വെച്ചിട്ട് പൊടിയൊക്കെ മൈദപ്പൊടി അരിപ്പൊടിയൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. ഇങ്ങനെ പൊരിക്കും, നല്ല ചൂടാണേ. രാവിലെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തില്ലേ, ഷുഗറും കൊളസ്ട്രോളും ആയിട്ട് ടെസ്റ്റ് ചെയ്തത്. പിന്നെ 2 നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനൊരുത്തിന് കൊളസ്ട്രോൾ കൂടിയിട്ടാണ് കൈവേദന എടുക്കണതെന്ന് ഓർത്ത്. ഇനി വല്ല നീര് കെട്ടി കിടക്കണ്ടെന്ന് അറിയാൻ പാടില്ല. ഡോക്ടറെ കൊണ്ട് കാണിക്കണം, ഓർത്തോനെ കാണിച്ചിട്ട് വേണം. എന്താന്ന് പറയാൻ, നല്ല വേദന. പണി ചെയ്യുമ്പോഴൊന്നും വേദനയില്ല. കൈ ഇങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കൂലേ, അപ്പം തുടങ്ങും ഇങ്ങനെ കട്ട് കഴിച്ചെടുത്ത് ഇങ്ങനെ ഒരു വേദന. കൊണ്ട് കാണിക്കണം. അവിടെ ചക്കപ്പൊരി ചൂടാണ്.
അങ്ങനെ ദേ മേലൊക്കെ കഴുകിച്ച് ആ രണ്ടാക്കി മുടിയൊക്കെ പിന്നെ കെട്ടിക്കൊണ്ടാണ് ആളിപ്പോൾ പോണത്. അപ്പോൾ ഞാൻ അത് അഴിച്ചൊക്കെ കെട്ടി കൊടുക്കാനായിട്ട് ട്യൂഷന് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ആളുടെ ആൾ വരുമ്പോൾ തന്നെ ചായ കുടിക്കാറില്ല കേട്ടോ. ആലു എത്ര ഇപ്പോൾ എന്ത് നല്ല സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ പോലും വന്നിട്ട് വേഗം തന്നെ പോയി കുളിക്കും. ഇപ്പോൾ രാവിലെ കുളിക്കണമെങ്കിൽ വൈകുന്നേരം മേല് കഴുകുള്ളൂ, രാവിലെ മേല് കഴുകിയാൽ വൈകുന്നേരം വന്നിട്ട് കുളിക്കും, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ വേഗം തന്നെ ഇപ്പോൾ കുളിക്കുകയോ മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ട്യൂഷന് പോകും. എന്നിട്ട് പിന്നെ വരും, വന്നൊരു 6:30 കഴിയുമ്പോഴാണ് ചായ കുടിക്കുകയുള്ളൂ. ഇയാൾ അങ്ങനെയല്ല കേട്ടോ, വരുമ്പോൾ തന്നെ ഇയാൾക്ക് വിശക്കും, ഇയാൾക്ക് കഴിക്കാൻ കൊടുക്കണം, അങ്ങനെയാണ്. അതെ, അങ്ങനെ ഈ ഉടുപ്പ് കണ്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഞാൻ വിശാലിൽ പോയില്ലേ നമ്മൾ, അപ്പം എടുത്തതാണ് കേട്ടോ ആമിക്കുട്ടിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ദേ മുടിയൊക്കെ രണ്ടാക്കി കെട്ടി കൊടുക്കാനാണ്. ട്യൂഷന് പോകാൻ ചെറിയൊരു മടിയുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം ക്ലാസ്സിൽ പോകാനോ പോലെ ട്യൂഷനും പോയിട്ടില്ല. കയ്യിൽ ബാഗ് തൂക്കിയിട്ടേക്കണേ, ബാലൻസ് കിട്ടില്ല. അടുത്തൊക്കെ പോകുമ്പോ ദൂരെ പോകുമ്പോ എന്താണ് മുടി ചീത്താക്കിയല്ലോ അമ്മ അപ്പൊ തന്നെ. കൊച്ചേ ചക്കുരു ആമോ, യെസ്. ആമിക്കുട്ടീനെ ട്യൂഷനാക്കിയിട്ടേ ഞാൻ പറഞ്ഞേ വൈകുന്നേരം മണിയാണ് ഡോക്ടർ ഇരിക്കും. അപ്പോൾ അത് എത്ര മണിയാണ് സമയം നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഞാനും ചേട്ടനും കൂടി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കരുവേൽപ്പടിയിലാണേ പോയത്. അവിടെ പ്രൈവറ്റായിട്ടൊരു ഡോക്ടർ ഇരിക്കാനുണ്ട്, കുറച്ച് പ്രായമുള്ളതാണ്. അപ്പോൾ ഓർത്തോയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ആരുമില്ല. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞാൽ വേഗം കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ ആ വരുന്ന വഴി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചു കേട്ടോ. മരുന്നും മേടിച്ച് നേരെ ഇതേ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നേ. അപ്പോൾ പുറത്തോട്ടാണ് മരുന്ന് എഴുതി തന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, കിട്ടണില്ലല്ലോ, മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് മരുന്നൊക്കെ മേടിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ കേക്ക് മേടിക്കാൻ വേണ്ടി കേക്ക് ഹട്ടിൽ പോയി. പിന്നെ വന്ന് അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് മരുന്ന് ഞാൻ വന്നപ്പോൾ തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിനൊരു ക്ഷീണം ഉണ്ടായി. ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തുമ്മലും ജലദോഷവും കൈവേദനയും ഒക്കെ കൂടെ ആയപ്പോയില്ലേ ഞാൻ ആകെപ്പാടെ തളർന്നു കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞതൊക്കെ പിന്നെ മാറ്റി അങ്ങോട്ട്, കാരണം രാവിലെ പൊറോട്ട മേടിച്ചിട്ട് ചില്ലി ചിക്കൻ ആക്കാമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ പിന്നെ അതൊക്കെ ലാസ്റ്റ് വേണ്ടെന്ന് വെച്ച് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ ഇല്ലെന്നാണെങ്കിൽ പുറത്ത് പോയിട്ട് അവളെയുമായിട്ട് പുറത്ത് പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ കരുതിയിട്ട് അവൾ വന്നിട്ട് അഭിപ്രായമൊക്കെ ചോദിക്കാമെന്നൊക്കെ കരുതിയിരിക്കാനാണ്. അപ്പോഴത്തേക്കും എന്താ ചേട്ടൻ എനിക്ക് കയ്യിൽ പറ്റാനുള്ള ഒരു എന്താ പറയുക, ഒരു എണ്ണ പോലത്തെ ഒരു സാധനം അത് ഇങ്ങനെ കയ്യിൽ പറ്റണതാണ് കേട്ടോ ഈ കാണുന്നത്. ചേട്ടൻ പറ്റി തന്നെയാണ്, എനിക്കിങ്ങനെ പറ്റാൻ പറ്റൂലല്ലോ കാരണം ഇടത്തെ കയ്യിലാണ്. അപ്പോൾ അതങ്ങനെ അത് തടകണ്ട, അതിങ്ങനെ വെറുതെ ഇങ്ങനെ പുരട്ടി പിടിപ്പിച്ചാൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ ഒരുപാട് തടകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുമെന്ന് പറയുന്നത് നേരാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ നോക്കാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പടി തളർച്ചയായിരിക്കുമേ എന്നും പറഞ്ഞ് എനിക്ക് ഇങ്ങനെ കിടക്കാനൊന്നും പറ്റുമൊന്നുമില്ല കേട്ടോ. പണിയൊക്കെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പിന്നെ ഇത് ഈ വീഡിയോ ഞാൻ ആളുടെ ബർത്ത്ഡേ ഒക്കെ ഇന്ന് എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ തീരെ സുഖമില്ലായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളുമാണ്. അപ്പോൾ ആലുവും പിന്നെ അതുപോലെ തന്നെ ചേട്ടനുമാണ് കേട്ടോ എന്നെ സഹായിച്ചു. അതിന് ഇവിടെ പെരടകമൊക്കെ അടിച്ച് തുടച്ചൊക്കെ ഇട്ട് തരും, പാത്രങ്ങളൊക്കെ കഴുകി തരും, പിന്നെ അലക്കിയിട്ട തുണികളൊക്കെ കൊണ്ട് വിരിച്ചൊക്കെ തരും, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ഇന്നും കൂടെ ആലുവാണ് ഇവിടെ പെരടകമൊക്കെ മൊത്തം അടിച്ച് തുടച്ചൊക്കെ ഇട്ടൊക്കെ തന്നത് എനിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ കേക്ക് കെട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴേക്കും ആലുക്കുട്ടിയും ആമിയൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇല്ലേ ആലുവിൻ്റെ ബർത്ത്ഡേ ജൂൺ 18ഉം എൻ്റെ ബർത്ത്ഡേ ജൂൺ 20ഉം ഒരു ദിവസത്തെ വ്യത്യാസമുള്ള കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ പേർക്ക് ഡൗട്ട്, പിന്നെ 15 വയസ്സിൽ കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കിക്കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചത്. എൻ്റെ കല്യാണം 18 വയസ്സിലായിരുന്നു കേട്ടോ. ആലുവിന് ഇപ്പോൾ 15 വയസ്സായെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആലുവിന് 18 എന്ന് വെച്ചേ ആലുവിന് 14 വയസ്സ് കേട്ടോ. ആലു 2012 ഇപ്പോൾ 14 വയസ്സായി. 10ാം ക്ലാസ്സിലാകുമ്പോൾ കറക്റ്റ് 15 വയസ്സാവും. എൻ്റെ കല്യാണം 18 വയസ്സിലായിരുന്നു. 18 വയസ്സ് ജൂണിലായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം. ജൂണിലായി. പിന്നെ ആലു ജനിച്ചതും പിന്നത്തെ 19, അതായത് 2011 കല്യാണം, 2012 ആയപ്പോഴത്തേക്കും ആലു ജനിച്ച്.
അതായത് 2012 ആയപ്പോഴത്തേക്കും എനിക്ക് 19 വയസ്സായി, ആലു ജനിക്കുകയും ചെയ്ത്. ഇപ്പം 2026 ആയപ്പോഴത്തേക്കും ആലുവിന് 14 വയസ്സായി, എനിക്ക് 33 വയസ്സുമായി. അങ്ങനെ ഞാൻ 93-ലുള്ളതാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെന്ന് തോന്നണം കേട്ടോ. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ അപ്പോഴെപ്പോഴേ ഡൗട്ട്, കാരണം ഞാൻ കണക്ക് ആൾക്കാരൊക്കെ എല്ലാവരും ഓരോരോ കണക്കൊക്കെ കൂട്ടി കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതേ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ചപ്പോൾ മിക്കിക്ക് ഭയങ്കര കൊതി കേട്ടാ. സത്യം പറഞ്ഞാൽ ഇവന് മധുരം കൊടുക്കാൻ പാടുന്നു കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കും അറിയാം, എങ്കിൽ കൂടി അവനിങ്ങനെ കൊതി കിട്ടിയിരിക്കണം കണ്ടപ്പോൾ അതേ ആലു ഒരു കഷ്ണം എടുത്ത് അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് മുറിച്ചിട്ടതേ പിന്നെ എല്ലാവർക്കും ഓരോരോ പീസ് ഇതൊക്കെ കൊടുക്കാനുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആലുവിന് മേടിച്ചതാണ് കേട്ടോ, ഗിഫ്റ്റായിട്ട് ആമിക്കുട്ടീനെ ആമിക്കുട്ടീനെ കൊണ്ട് കൊടുപ്പിച്ചതാണ് ആ ചോക്ലേറ്റ് അവിടെ ഇരിക്കണത്. പിന്നെ അമ്മേനെ അതേ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിക്കാനാണ് കേട്ടോ, സംസാരിക്കുകയൊക്കെ ചെയ്യാനാണ് കാണുന്നത്. അപ്പോൾ അപ്പനെവിടെയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പനുണ്ടായിരുന്നു, ഞാൻ ആ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഷോർട്സിലില്ല, ലോങ് വീഡിയോക്കകത്താണുള്ളത്. ഷോർട്ടിലെടുത്തതിൽ അപ്പനില്ല, അതുകൊണ്ടിട്ടായിരിക്കും ചോദിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ ദേ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ അത് എന്ത് വാങ്ങണമെന്നുള്ള തീരുമാനിക്കാൻ പോകണം കേട്ടോ. ആ ബോക്സിൽ തന്നെ ആക്കി വെക്കട്ടോ വാച്ച്. പറിച്ചെടുക്കണത് അങ്ങനെ ഒട്ടിക്ക്, എവിടെയെങ്കിലും ഒട്ടിച്ച് അതിന് പറിച്ചെടുക്കരുത് കേട്ടാ. അവളോട് ചോദിക്ക്. ചിക്കന് എനിക്ക് ആമിക്കും കൂടി ഒരെണ്ണം മതി. ആ ഒരെണ്ണം ഫുള്ള് കഴിക്കൊന്നുമില്ലല്ലോ. പൊറോട്ട പാടില്ലാത്ത കൊച്ചിന് പൊറോട്ട കഴിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ കുറേ വോയിസ് ഓവർ കൊടുത്തത് ചിലപ്പോൾ വല്ല പൊട്ടത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ എന്താ പറയുക, നമ്മളിത് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസം ആയല്ലോ, അപ്പോൾ ഇനി ഇന്നെങ്കിലും അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പം ഇല്ല, തലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞും കിടക്കണേണ്. അപ്പം അതുകൊണ്ടിട്ട് എന്താ പറയണതെന്നൊരു വെളിവും ഇല്ല കേട്ടോ. ചിലപ്പോൾ കുറേ വെള്ളിയൊക്കെ വന്നിട്ടുണ്ടാകും, ക്ഷമിക്കണം. അങ്ങനെ ഫുഡൊക്കെ വന്നു കേട്ടോ. നമ്മളെപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ലൊക്കേഷൻ മാറിയിട്ട് അവർ കുറേ പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിരിക്കും. നമ്മൾ കറക്റ്റ് ലൊക്കേഷനാണ്, പക്ഷേ അവർക്കത് എന്തോ അതെപ്പോഴും തെറ്റി പോകാറുണ്ട് കേട്ടോ. അപ്പം നമ്മളതേ നൂറിയ ഇല്ലേ, ഹോട്ടൽ മട്ടാഞ്ചേരി, അവിടെ നിന്നാണ് ബിരിയാണി മേടിച്ചത്. അവിടുത്തെ നല്ല ബിരിയാണിയാണ്. പിന്നെ ബി4 ബിരിയാണി എന്ന് പറഞ്ഞ ഒരു കടയും കൂടെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് 2-ൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്നാണ് വാങ്ങണത്. ഇപ്പോൾ ഈ നൂറിയ എന്ന് പറഞ്ഞ കടയിൽ ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് രാത്രിപാട് ഫുഡ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നല്ല അടിപൊളി ചൂട് ബിരിയാണി. അപ്പന് ചിക്കൻ അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ, ബീഫാണ് അപ്പന് ഇഷ്ടം. അപ്പോൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മിക്സഡ് ആയിട്ടാണ് മേടിച്ചേക്കണത്. അങ്ങനെ അതേ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കിടക്കാൻ നേരമായപ്പോഴത്തേക്കും ഞങ്ങളൊരു ചർച്ച. അങ്ങനെയല്ല മോളെ, നമ്മ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ നേരത്തെ പിടിച്ചോ ഫോൺ. നീ കിടന്നിങ്ങനെ പിടിക്കുമ്പോ ഇവിടെ ആയത് വരും. കുറെ നേരം പിടിക്കുമ്പോ മസിലാണെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റ് ആവും. ഒരു ചെറിയ കല്ല് നീ ഇത്ര നേരം പിടിച്ചോ കുറെ നേരം നോക്കി. ഇന്നാള് നമ്മൾ അപ്പുറത്ത് ബെഡ് അപ്പുറത്തിടുന്ന സമയത്ത് ഞാൻ ഇരുപത്തി കിടക്കൂല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ നോക്കി ലാസ്റ്റ് കൈ കിടക്കുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ അനക്കാണ്ടിടും ആർന്ന് ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇങ്ങോട്ട് മാറി കിടന്നപ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ ഫോൺ നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ വേദന പോയതായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒരു വല്ലാത്ത വേദന ഉള്ളിൽ. എന്താണ് ഡോക്ടർ പറഞ്ഞത്? മസിൽ ടൈറ്റ് ആയിട്ട് എത്ര നാളെടുക്കുമെന്ന് പറഞ്ഞ് ശരിയാണ്. നീ കിടക്ക് മരുന്നായിട്ട് കിടന്നുറങ്ങിക്കോ. മരുന്ന് വെട്ടിപ്പോയല്ലോ. അത് കുഴപ്പമില്ല, ഇനി പെട്ടല്ലോ.